പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളുടെ അടുത്ത ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മളെടുക്കുന്നത്. അതായത് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് വരെയുള്ള സോഡിയം കാർബണേറ്റ് വരെയുള്ളത് നമ്മൾ ചെയ്തു. അടുത്തതായിട്ട് സോഡിയം ബൈകാർബണേറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് സോഡിയം ബൈകാർബണേറ്റ്? ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ നേരത്തെ ഇതിന് മുൻപ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. എന്താണ് സോഡിയം ബൈകാർബണേറ്റ്? അതിൻ്റെ ഫോർമുല എന്താണ്? എന്താണ് അതിൻ്റെ ഫോർമുല? NaHCO3 ആണ്. ഇനി അതിൻ്റെ വേറെ ഒരു പേരാണ് എന്ത്? ബേക്കിംഗ് സോഡ. മലയാളത്തിൽ നമ്മൾ അപ്പക്കാരം എന്ന് പറയും. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ സാച്ചുറേറ്റിംഗ് എ സൊല്യൂഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്? സോഡിയം കാർബണേറ്റിനെ ലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിട്ട് കഴിഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റ് പ്രിപ്പയർ ചെയ്യും. അല്പം വാട്ടറും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഹൗ വിൽ യു പ്രിപ്പയർ സോഡിയം ബൈകാർബണേറ്റ്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ സാച്ചുറേറ്റിംഗ് എ സൊല്യൂഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ഇക്വേഷൻ എങ്ങനെയാണ്? Na2CO3 പ്ലസ് H2O പ്ലസ് CO2 ഗീവ്സ് NaHCO3. NaHCO3 ആണ് ബൈകാർബണേറ്റ്. ഇനി അതിൻ്റെ യൂസസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ഫോർ സ്കിൻ ഇൻഫെക്ഷൻ. അതായത് നമ്മളുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വല്ലതും വരികയാണെങ്കിൽ, ചൊറിച്ചിൽ പോലെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഈ സോഡിയം ബൈകാർബണേറ്റ് അല്പം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് മാറും. അതുപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫയർ എക്സ്റ്റിങ്ക്വിഷർ. തീ അണയ്ക്കാൻ വേണ്ടിയും ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ സോഡിയം ബൈകാർബണേറ്റിനെ കുറിച്ച് പഠിക്കുക. എന്താണ് സോഡിയം ബൈകാർബണേറ്റ്? എന്താണ് സോഡിയം ബൈകാർബണേറ്റ്? ഫോർമുല എന്താണ്? NaHCO3 ആണ്. ഹൗ വിൽ യു പ്രിപ്പയർ? Na2CO3 പ്ലസ് H2O പ്ലസ് CO2 gives NaHCO3. What are the uses? It is used as a mild antiseptic for skin infection and as a fire extinguisher. സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽസ്യം. കാൽസ്യത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മളോട് പറയാൻ പോകുന്നത്. കാൽസ്യം എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്? കാൽസ്യത്തിന് നമ്മൾ Ca എന്ന് നമ്മൾ സിമ്പൽ കൊടുക്കുന്നു. ഏത് ഗ്രൂപ്പ് എലമെൻ്റ് ആണ് കാൽസ്യം എന്ന് പറയുന്നത്? സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. എസ് ബ്ലോക്ക് എലമെൻറ്റിലെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് നമ്മൾ പറയും. കാൽസ്യത്തിൻ്റെ കുറച്ച് കോമ്പൗണ്ട്സ് ആണ്. ഇതും നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഒന്നാമത്തേതാണ് കാൽസ്യം ഓക്സൈഡ്. എന്താണ് കാൽസ്യം ഓക്സൈഡിൻ്റെ ഫോർമുല എന്താണ്? CaO. അതിൻ്റെ വേറൊരു പേരെന്താണ്? ക്വിക്ക് ലൈം. അതായത് ചുണ്ണാമ്പ് കല്ല് എന്ന് നിങ്ങൾ നീറ്റ് കക്ക എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നീറ്റ് കക്ക എന്ന് നിങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. ഹൗ വിൽ യു പ്രിപ്പയർ ക്വിക്ക് ലൈം അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ്? എങ്ങനെ നമുക്ക് കാൽസ്യം ഓക്സൈഡിനെ വ്യാവസായികമായിട്ട് നിർമ്മിക്കാം? കമേഴ്ഷ്യലി എന്ന് പറഞ്ഞാൽ വ്യാവസായിക. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് കാൽസ്യം കാർബണേറ്റ് അറ്റ് അബൌട്ട് 1070 to 1270 കെൽവിൻ. അതായത് കാൽസ്യം കാർബണേറ്റിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും നമുക്ക് കിട്ടുന്നു. എത്ര കെൽവിനിൽ ഹീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേ? 1070 തൊട്ട് 1270 കെൽവിനിൽ ഒരു കിൻ ഫർണസ്, റോട്ടറി കിൽ ഫർണസിലാണ് നമ്മളിതിനെ ചൂടാക്കുന്നത്. അങ്ങനെ ചൂടാക്കുമ്പോൾ നമുക്ക് കാൽസ്യം ഓക്സൈഡ് കിട്ടും. എന്താണ് ഇത്? കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് റിമൂവ്ഡ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് ഫോംഡ് ടു എനേബിൾ ദ റിയാക്ഷൻ ടു പ്രൊസീഡ് കംപ്ലീഷൻ. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? റിയാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും എനേബിൾ ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിനെന്താണ് ഇല്ലാതാക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിക്കോളും. അടുത്തത് പ്രോപ്പർട്ടീസ്. എന്താണ് കാൽസ്യം ഓക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസ്, ഗുണങ്ങൾ? ഓൺ എക്സ്പോഷർ ടു എയർ ഇറ്റ് അബ്സോർബ് മോയ്സ്ചർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് കാൽസ്യം ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്ത് എന്താ ഉണ്ടാകുന്നത്? കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നു. ഇനി കാൽസ്യം ഓക്സൈഡ് വാട്ടറിനെ അതായത് അന്തരീക്ഷത്തിലുള്ള ഈർപ്പവുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു, ചുണ്ണാമ്പ് വെള്ളം ഫോം ചെയ്യുന്നു.
അപ്പം നമുക്ക് നോക്കാം. കാൽസ്യം ഓക്സൈഡ് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് CaCO3 ഫോം ചെയ്യുന്നു. കാൽസ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ചുണ്ണാമ്പ് വെള്ളം ഉണ്ടാകുന്നു. The addition of limited amount of water breaks the pieces of lime. This process is called as slaking of lime. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലൈം എന്ത് ചെയ്യുന്നു, ചെറിയ പീസായിട്ട് എന്ത് ചെയ്യുന്നു, ഈ കുക്ക് ലൈമിലേക്ക് നീറ്റുകക്കയിലേക്ക് വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഈ നീറ്റുകക്ക ചെറിയ പീസസ് ആയിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്ത് ഇതെന്ത് ചെയ്യുന്നു, കുഴമ്പ് രൂപത്തിലായിട്ട് മാറുന്നു. അപ്പോൾ ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് പറയുന്നത്. ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ഈസ് കോൾഡ് സ്ലൈക്കഡ് ലൈം. ഈ പ്രോഡക്റ്റ് ഉണ്ടായ ആ കുഴമ്പ് രൂപത്തിലുള്ള ചുണ്ണാമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചുണ്ണാമ്പ് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നീറ്റുകക്കയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് എന്തായിട്ട് മാറി, ചുണ്ണാമ്പായിട്ട് മാറി. അപ്പോൾ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്ലൈക്കിംഗ് ഓഫ് ലൈം. കിട്ടിയ പ്രോഡക്റ്റിന് പറയുന്ന പേരാണ് സ്ലൈക്കഡ് ലൈം. ക്വിക്ക് ലൈം സ്ലൈക്കഡ് വിത്ത് സോഡ ഗീവ്സ് സോഡ ലൈം. അതായത് ക്വിക്ക് ലൈം എന്ന് പറയുന്ന കാൽസ്യം ഓക്സൈഡാണ്. ക്വിക്ക് ലൈമിലേക്ക് എന്ത് ആഡ് ചെയ്യുക, ക്വിക്ക് ലൈമിൻ്റെയും NaOHൻ്റെയും മിക്സറിന് നമ്മൾ പറയുന്ന പേരാണ് സോഡ ലൈം. അപ്പോൾ വാട്ട് ഈസ് സോഡ ലൈം എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം എന്താണ് സോഡ ലൈം, മിക്സ്ചർ ഓഫ് കാൽസ്യം ഓക്സൈഡ് ആൻഡ് NaOH. Because of the basic nature of calcium oxide, it combines with acidic oxide at a high temperature to form salt. So it is used as a flux in metallurgy. അപ്പോൾ കാൽസ്യം ഓക്സൈഡിന് എന്ത് സ്വഭാവമാണ്, ബേസിക് സ്വഭാവമാണ്. അത് അസിഡിക് ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് സോൾട്ട് ഫോം ചെയ്യുന്നത്. ആസിഡും ബേസും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും, സോൾട്ട് ഫോം ചെയ്യും. അതുകൊണ്ട് ഈ കാൽസ്യം ഓക്സൈഡിനെ മെറ്റലർജിക്കൽ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നു. മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഓറിൽ നിന്നും എന്തിനെ വേർതിരിക്കുന്നത്, മെറ്റൽസിനെ വേർതിരിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മെറ്റലർജി. അപ്പോൾ കാൽസ്യം ഓക്സൈഡ് സിലിക്കൺ ഡൈ ഓക്സൈഡിലേക്ക് ആഡ് ചെയ്ത് കാൽസ്യം സിലിക്കേറ്റ് ഫോം ചെയ്യുന്നു. കാൽസ്യം ഓക്സൈഡ് P4O10 കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ Ca3PO4 ട്വൈസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഇനി എന്താണ് ഇതിൻ്റെ യൂസസ്? It is used as an important primary material for the manufacture of cement and the cheapest form of alkali. പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു യൂസാണ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു. രണ്ടാമത്തത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സോഡിയം കാർബണേറ്റ് ഫ്രം കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത് NaOH ആണ്. NaOHൻ്റെ പറയുന്ന പേരാണ് കോസ്റ്റിക് സോഡ, CaUSTIC, കോസ്റ്റിക് സോഡ. അപ്പോൾ ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നു, സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നു, നീറ്റുകയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് സോഡിയം കാർബണേറ്റ് നിർമ്മിക്കുന്നു. അടുത്തതായിട്ട്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗർ ആൻഡ് മാനുഫാക്ചർ ഓഫ് ഡൈസ്റ്റബ്സ്. അതായത് ഷുഗർ നിർമ്മിക്കുന്ന സമയത്ത്, കരിമ്പിൻ ജ്യൂസിൽ നിന്ന് ഷുഗർ നിർമ്മിക്കുന്ന സമയത്ത് അതിനെ ബ്ലീച്ച് ചെയ്യാനായിട്ടും അതിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഈ നീറ്റുകക്ക ആഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ മാനുഫാക്ചർ ഓഫ് ഡൈസ്റ്റബ്സ്, അതായത് ചായങ്ങൾ നിർമ്മിക്കുന്ന സമയം, പെയിൻറ്റ് നിർമ്മിക്കുന്ന സമയത്തും ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ കാൽസ്യം ഓക്സൈഡ് എന്താണെന്നുള്ള കാര്യവും നന്നായിട്ട് പഠിക്കുക. അടുത്തത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. നിങ്ങൾ സ്കൂളിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല എന്താണ്, CaOH ട്വൈസ്. അതിൻ്റെ വേറൊരു പേരെന്താണ്, സ്ലൈക്കഡ് ലൈം. കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല എന്താണ്, CaOH ട്വൈസ്. ഇതാണ് സ്ലൈക്കഡ് ലൈം. ഓക്കെ, എങ്ങനെ ഇതിനെ നിർമ്മിക്കാമെന്ന് നമ്മളോട് നേരത്തെ പറഞ്ഞു. കാൽസ്യം ഓക്സൈഡിലേക്ക്, അതായത് നീറ്റുകക്കയിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നീറ്റുകക്ക ബ്രേക്ക് ചെയ്തുകൊണ്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നുവെന്ന് നമ്മളോട് പറഞ്ഞു തന്നു അല്ലേ. ഹൗ വിൽ യു പ്രിപ്പയർ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലൈക്കഡ് ലൈം എങ്ങനെ നിർമ്മിക്കാം? ബൈ ആഡിങ് വാട്ടർ വിത്ത് ക്വിക്ക് ലൈം. ഓക്കെ, അപ്പോൾ നോക്കുക, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് വാട്ടർ ടു ക്വിക്ക് ലൈം. കാൽസ്യം ഓക്സൈഡ് പ്ലസ് H2O ഗീവ്സ് എ കാൽസ്യം ഹൈഡ്രോക്സൈഡ്.
ആൻ aqueous solution of slaked lime is called lime water. ഈ സ്ലൈക്കഡ് ലൈമിലേക്ക്, ഈ ചുണ്ണാമ്പിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ പറയുന്ന പേരാണ് ചുണ്ണാമ്പ് വെള്ളം, ലൈം വാട്ടർ. ആൻഡ് എ സസ്പെൻഷൻ ഓഫ് സ്ലൈക്കഡ് ലൈം ഇൻ വാട്ടർ ഈസ് നോൺ ആസ് മിൽക്ക് ഓഫ് ലൈം. അതുപോലെ തന്നെ വെള്ളത്തിൽ ഇതിനെ ഒരു കുഴമ്പ് രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? മിൽക്ക് ഓഫ് ലൈം. നേരത്തേത് ഇതെന്താണ്? ഇത് നല്ല തെളിഞ്ഞ സൊല്യൂഷനായിരിക്കും, ലൈം വാട്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ സ്കൂളിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് അറിയത്തില്ല. ലൈം വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈ ലൈം വാട്ടറിൽ കൂടി കിടത്തി വിട്ട് കഴിഞ്ഞാൽ മിൽക്കി ആവുമെന്ന് പറയുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ലൈം വാട്ടറിൽ കൂടി കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? മിൽക്കി ആവുമെന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ എന്താ ഫോം ചെയ്യുന്നതെന്ന് അറിയാമോ? കാൽസ്യം കാർബണേറ്റ് ആണ് വെള്ള നിറത്തിൽ അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് ലൈം വാട്ടർ? ആൻ aqueous സൊല്യൂഷൻ ഓഫ് സ്ലേക്കഡ് ലൈം. അതായത് ചുണ്ണാമ്പിനെ വെള്ളം ആക്കിയതിന് ശേഷം അതിനെ അരിച്ചെടുത്ത് കഴിയുമ്പോൾ തെളിഞ്ഞൊരു വാട്ടർ കിട്ടും. അതാണ് ലൈം വാട്ടർ. ഇനി അതിൻ്റെ കുഴമ്പ് രൂപത്തിലുള്ള സൊല്യൂഷൻ ആണെങ്കിൽ അതിനെ എന്ത് പേര് പറയും? മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നു. ഇനി പ്രോപ്പർട്ടീസ്, ഗുണങ്ങൾ. വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടർ ഇറ്റ് ടേൺസ് മിൽക്കി ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ചുണ്ണാമ്പ് വെള്ളത്തിനെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാൽ നിറമാക്കുന്നു. ഓൺ പാസിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടിന്യൂസ്ലി ദ സൊല്യൂഷൻ ബിക്കംസ് ക്ലിയർ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് സോലുബിൾ ബൈകാർബണേറ്റ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ സൊല്യൂഷൻ എന്തായിട്ട് മാറും? ക്ലിയർ ആയിട്ട് മാറും. അപ്പം നമുക്ക് ഒന്നും കൂടി പറയാം. കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇത് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറുന്നു. ഇനി നിരന്തരം തുടർച്ചയായിട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കടത്തി വിടുകയാണെങ്കിൽ ഇത് കാൽസ്യത്തിൻ്റെ എന്തായിട്ട് മാറുന്നു? HCO3 ബൈകാർബണേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് CO2 ഗീസ് കാൽസ്യം കാർബണേറ്റ് പ്ലസ് H2O. കാൽസ്യം കാർബണേറ്റ് പ്ലസ് H2O പ്ലസ് CO2 വീണ്ടും നമ്മൾ കടത്തി വിട്ടു. അപ്പോൾ എന്തായിട്ട് മാറി? കാൽസ്യം ബൈകാർബണേറ്റ് CHCO3 ട്വൈസ്. When dry chlorine is passed through dry slaked lime, we get a bleaching powder. നമ്മൾ ബ്ലീച്ചിങ് പൗഡറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത്? ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക്, ഡ്രൈ ആയിട്ടുള്ള കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് ക്ലോറിൻ ഗ്യാസ് കടത്തി വിട്ടപ്പോൾ കാൽസ്യം ക്ലോറൈഡും CaOCl2 ഫോം ചെയ്തു. ഈ CaOCl2 ആണ് എന്തെന്ന് പറയുന്നത്? ബ്ലീച്ചിങ് പൗഡർ. അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് എന്ത് ഗ്യാസാണ് കടത്തി വിട്ടത്? ക്ലോറിൻ ഗ്യാസ് കടത്തി വിട്ടപ്പോൾ CaOCl2 എന്ന് പറയുന്ന എന്ത് ഫോം ചെയ്തു? ബ്ലീച്ചിങ് പൗഡർ ഫോം ചെയ്തു. പ്ലസ് ബൈ പ്രോഡക്റ്റായിട്ട് CaCl2 പ്ലസ് H2 ഫോം ചെയ്തു. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഫോമുല എന്താണ്? CaOCl2. How will you prepare bleaching powder? When dry chlorine gas is passed through dry slaked lime, we get bleaching powder. A mixture of calcium chloride and calcium hypochlorite ആണ് എന്തെന്ന് പറയുന്നത്? ബ്ലീച്ചിങ് പൗഡർ. അടുത്തത് യൂസസ്. It is used in the preparation of mortar, a building material. മോർട്ടാർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് എന്തുപയോഗിക്കുന്നു? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. ഇത് ലാബിലുണ്ട്. നമ്മൾ മോർട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ അരകല്ല് പോലിരിക്കും, അരിമാവൊക്കെ അരിയാട്ടിയെടുക്കുന്ന പണ്ട് കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആട്ടുകല്ലെന്ന് പറയും. അതിൻ്റെ ചെറിയ രൂപം, വെള്ള കളറിലുള്ള ചെറിയ രൂപം നമ്മുടെ ലാബിലൊക്കെ സൂക്ഷിക്കുന്നതാണിത്. എന്തെങ്കിലും പൊടിച്ചെടുക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതാണ് മോർട്ടാർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വൈറ്റ് വാഷിംഗ് ഡ്യൂ ടു ഡിസിൻഫെക്റ്റൻ്റ് നേച്ചർ. ഡിസിൻഫെക്റ്റൻ്റ് നേച്ചറിൽ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ വീടൊക്കെ വൈറ്റ് വാഷ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. It is used in glass making, in tanning, for the preparation of bleaching powder and for preparation of sugar, purification of sugar. പിന്നെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നത്? ഗ്ലാസ് മേക്കിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്, ടാനിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ, പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗറിലൊക്കെ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ഈസ് കാൽസ്യം കാർബണേറ്റ്.
എന്താണ് കാൽസ്യം കാർബണേറ്റിൻ്റെ ഫോർമുല? ഇതും സ്കൂളിൽ നിങ്ങൾ പഠിച്ചതാണ്. കാൽസ്യം കാർബണേറ്റിൻ്റെ ഫോർമുല എന്താണ്? CaCO3. അവൻ്റെ പേരെന്താണ്? ലൈംസ്റ്റോൺ. Calcium carbonate occurs in nature in several forms like limestone, chalk, marble, etc. ഈ കാൽസ്യം കാർബണേറ്റ് പല രൂപത്തിൽ കാണപ്പെടുന്നുണ്ട്. ലൈംസ്റ്റോൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട്, ചുണ്ണാമ്പ് കല്ല്, പിന്നെ ചോക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ക്, മാർബിള്, മുട്ടയുടെ തോട്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇതെല്ലാം എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. It can be prepared by passing carbon dioxide through slaked lime by the addition of sodium carbonate to calcium hydrochloride. നമ്മൾ പല ഇതും പഠിച്ചിരുന്നു. എന്താണ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടത്തിവിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നു. ഇക്വേഷൻ കണ്ടോ? കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടത്തിവിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നു. ഓർ ബൈ ദി അഡീഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ടു കാൽസ്യം ക്ലോറൈഡ്. കാൽസ്യം ക്ലോറൈഡ് ടു സോഡിയം കാർബണേറ്റ്. കണ്ടോ? അപ്പോൾ ഈ കാൽസ്യം കാർബണേറ്റും കൂടെ ചേർന്ന് കാൽസ്യം കാർബണേറ്റ് CaCO3 + NaCl അവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ രണ്ട് മെത്തേഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് എന്താണ്? ബൈ പാസിങ് കാർബൺ ഡയോക്സൈഡ് ത്രൂ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. രണ്ടാമത്തത് ബൈ ദി അഡീഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ടു കാൽസ്യം ക്ലോറൈഡ്. ഇനി ഇതിൻ്റെ റിയാക്ഷനാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡയോക്സൈഡുമായിട്ട് കടത്തി വിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ്, ഇക്വേഷനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡയോക്സൈഡും കൂടെ കടത്തി വിട്ടപ്പോൾ കാൽസ്യം കാർബണേറ്റ് പ്ലസ് H2O, CaCl2 + Na2CO3 gives CaCO3 + NaCl. ഇത് നമ്മളിപ്പോൾ ചെയ്തതേ ഉള്ളൂ. ദെൻ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? വെൻ ഹീറ്റഡ് ടു 1200 Kelvin ഇറ്റ് ഡീകമ്പോസസ് ടു ഇവോൾവ് കാർബൺ ഡയോക്സൈഡ്. കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകും? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്യുന്നു. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്യുന്നു. അടുത്തത്, ഇറ്റ് റിയാക്ട് വിത്ത് ഡൈലൂട്ട് ആൽക്കലി ടു ലിബറേറ്റ് കാർബൺ ഡയോക്സൈഡ്. കാൽസ്യം കാർബണേറ്റിലേക്ക് ഡൈലൂട്ട് HCl ഒഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയായിട്ട് മാറും? കാൽസ്യം ക്ലോറൈഡ് + H2O + CO2. കാൽസ്യം കാർബണേറ്റിലേക്ക് ഡൈലൂട്ട് HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യവും ഡൈലൂട്ട് HCl ആണ്. HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യവും ക്ലോറിനും കൂടെ ചേർന്ന് കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന് H2O ഉണ്ടാകുന്നു. കാർബണും ഓക്സിജനും കൂടെ ചേർന്ന് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നു. മാർബിളിലേക്കൊക്കെ HCl വീണ് കഴിഞ്ഞാൽ ഇത് മാർബിളിൽ ലയിച്ചു പോകുമെന്നാണ് പറയുന്നത്. മാർബിൾ ഇല്ലാതായി പോകും. അടുത്തത്, കാൽസ്യം കാർബണേറ്റിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. കാൽസ്യം കാർബണേറ്റ് + സൾഫ്യൂരിക് ആസിഡിൻ്റെ ഫോർമുല എന്താ? H2SO4 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാൽസ്യവും സൾഫേറ്റും കൂടെ ചേർന്ന് എന്തുണ്ടായി? കാൽസ്യം സൾഫേറ്റ് ഉണ്ടായി. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന് H2O ഉണ്ടായി. കാർബണും ഓക്സിജനും കൂടെ ചേർന്ന് എന്തുണ്ടായി? കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്തു. ഇതൊക്കെയാണ് ഇതിൻ്റെ റിയാക്ഷൻസ്. അടുത്തത്, യൂസസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് മാർബിൾ ആൻഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്വിക്ക്ലൈം. ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് മാർബിൾ, അതായത് നമ്മൾ കെട്ടിടമൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയലായ മാർബിൾ ഇതാണ് അല്ലേ. അടുത്തത്, മാനുഫാക്ചർ ഓഫ് ക്വിക്ക്ലൈം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. രണ്ടാമത്തത് എന്താണ്? കാൽസ്യം കാർബണേറ്റ് അലോങ് വിത്ത് മഗ്നീഷ്യം കാർബണേറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫ്ലക്സ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് സച്ച് ആസ് അയൺ. ഇരുമ്പ് എക്സ്ട്രാക്ഷൻ, ഇരുമ്പയിരിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സമയത്ത് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മഗ്നീഷ്യം കാർബണേറ്റിൻ്റെ കൂടെ ഒരു ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. സ്പെഷ്യലി precipitated calcium carbonate is extensively used in the manufacture of high quality paper. സ്പെഷ്യലി പ്രസിപ്പിറ്റേറ്റഡ് ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് നല്ല ക്വാളിറ്റിയിലുള്ള പേപ്പർ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു.
It is used as an antacid, mild abrasive in toothpaste, constituent of chewing gum, filler in cosmetic. അതേപോലെ തന്നെ നമ്മൾ കാൽസ്യം ത്തിൻ്റെ കുറവ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഡോക്ടർമാർ എഴുതി തരുന്ന കാൽസ്യം ഉള്ള ഗുളികയിലൊക്കെ കാൽസ്യം കാർബണേറ്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നാലാമത്തതാണ് കാൽസ്യം സൾഫേറ്റ്. ഇതിൻ്റെ ഫോർമുല എന്താ? CaSO4 ½ ഇതിൻ്റെ വേറൊരു പേരാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇറ്റ് ഈസ് എ ഹെമിഹൈഡ്രേറ്റ് ഓഫ് കാൽസ്യം സൾഫേറ്റ്. ഹെമിഹൈഡ്രേറ്റ് ആണ് എന്ന് വെച്ചാൽ പകുതി H2O മാത്രം, അതായത് ½ ഓഫ് കാൽസ്യം സൾഫേറ്റ്. കാൽസ്യം സൾഫേറ്റിൻ്റെ ഫോർമുല എന്താണ്? CaSO4 ½ ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഫോർമുല. ഇറ്റ് ഈസ് എ ഹെമിഹൈഡ്രേറ്റ് ഓഫ് കാൽസ്യം സൾഫേറ്റ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ ജിപ്സം ഈസ് ഹീറ്റഡ് ടു 393 കെൽവിൻ. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ജിപ്സത്തിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. എങ്ങനെയാണ്? കാൽസ്യം സൾഫേറ്റ് 2H2O. ഇതിനെ എന്ത് ചെയ്താൽ മതി? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെന്തായിട്ട് മാറി? H2O പോയിട്ട് പകരം അവിടെ എന്ത് വന്നു? H2O അവിടെ പോയി. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. CaSO4 2H2O. ഇതിനെ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തു. എത്ര കെൽവിനിലാണ് ഹീറ്റ് ചെയ്തത്? 393 കെൽവിനിൽ ഹീറ്റ് ചെയ്തപ്പോൾ ഇവിടെയുള്ള വാട്ടർ പോയി. 1.5 മോളിക്കൂൾ വാട്ടർ പോയി അല്ലേ? CaSO4 ½ എന്ന് വന്നു. ഹീറ്റ് ചെയ്തപ്പോൾ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി. അപ്പോൾ ബാക്കി ½ മാത്രം അവിടെ ബാക്കി വന്നു. ഇതിനകത്തൊരു മിസ്റ്റേക്കാണ്. ½ ആണേ. അല്ലേ, ഇപ്പുറത്ത് പിന്നെ 3/2 H2O പ്ലസ് 3/2 H2O. ഓക്കെ. Above 393 Kelvin, no water of crystallization is left and anhydrous calcium sulfate. ഇപ്പോൾ 393 കെൽവിനിൽ നമ്മളിപ്പോൾ കാൽസ്യം സൾഫേറ്റ് 2H2O നമ്മൾ ഹീറ്റ് ചെയ്തു. ആദ്യം 393 കെൽവിൻ. ഇപ്പം 400 കെൽവിന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ H2O എല്ലാം പോയിട്ട് ഇവാപ്പറേറ്റ് ചെയ്തു കാൽസ്യം സൾഫേറ്റ് മാത്രമാവും. അപ്പം നമ്മൾ അതിന് പറയുന്ന പേരാണ് അൺഹൈഡ്രസ്. അൺഹൈഡ്രസ് എന്ന് വെച്ചാൽ വാക്കിനർത്ഥം എന്താ? ഈർപ്പരഹിതമായ കാൽസ്യം സൾഫേറ്റ് നമുക്കവിടെ ഫോം ചെയ്യുന്നു. ദിസ് ഈസ് നോൺ ആസ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. ഇതിന് പറയുന്ന പേരാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. അപ്പോൾ വാട്ട് ഈസ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ? ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. Above 393 Kelvin, no water of crystallization is left and anhydrous calcium sulfate is formed. This is called dead burned sulfur. അപ്പോൾ dead burned sulfur എന്താണ്? Anhydrous calcium sulfate. It has remarkable property of setting with water. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വാട്ടറുമായിട്ട് ചേർന്ന് സെറ്റിലാവും. On mixing with an adequate quantity of water, it forms a plastic mass that gets into hard solid in 5 to 15 minutes. അപ്പോൾ ഈ കാൽസ്യം സൾഫേറ്റ്, അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, നമുക്കറിയാം പ്രതിമകളൊക്കെ നിർമ്മിക്കുന്നതിന് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാൽസ്യം സൾഫേറ്റിനെ നമ്മൾ വെള്ളമായിട്ട് കുഴച്ച് നമ്മൾ പല രൂപത്തിലേക്ക് മാറ്റിയെടുക്കും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇതെന്ത് ചെയ്യും? കട്ടിയായിട്ട് മാറും. അതായത് നമ്മുടെ പ്ലാസ്റ്റർ ഇടാൻ, അതായത് കാലും കൈയും ഒക്കെ ഒടിയുന്ന സമയത്ത് പ്ലാസ്റ്റർ ഇടുന്നതും ഒക്കെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഡ്യൂറിങ് ദിസ് പ്രോസസ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ്, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാച്യൂസ്. അപ്പോൾ ഇത് സെറ്റിൽ ചെയ്യുമ്പോഴത്തേക്കിനും ഇതിൻ്റെ വ്യാപ്തം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത്, അപ്പോൾ ഇതിനെ നമ്മളൊരു പ്രത്യേക ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാനും, പ്രതിമകൾ നിർമ്മിക്കുന്ന പ്രതിമകളുടെ ഇത് ഉരുക്കി എന്ത് ചെയ്യും? കുഴമ്പ് രൂപത്തിലാക്കി ഇത് ആ പ്രതിമകളുടെ അച്ചിനകത്തിലേക്ക് ഇടുമ്പോഴേക്കും കുറേ സമയം കഴിയുമ്പോൾ ഇതെന്ത് ചെയ്തു? ആ പ്രതിമകളുടെ രൂപത്തിൽ തന്നെ വോളിയം ഇൻക്രീസ് ചെയ്ത് പ്രതിമകളുടെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നു. ഇനി യൂസസ്. The largest use of plaster of Paris is the building industry as well as plasters. ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. It is used for immobilizing the affected part of organ where there is bone fracture or sprain. അത് മനസ്സിലായല്ലോ. It is also employed in dentistry, in ornamental work and making cast of statues and bust. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് സിമൻറ്റ്. സിമൻറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോസഫ് ആസ്പിഡിൻ. സിമൻറ്റ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന സയൻറ്റിസ്റ്റാണ് ജോസഫ് ആസ്പിഡിൻ. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ കമ്പൈനിങ് ലൈം വിത്ത് ക്ലേ
which contains silica, SiO2, along with oxides of aluminum or iron. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കമ്പൈൻ ചെയ്യുന്നത്? എന്തൊക്കെയാണ്? സിലിക്ക, അത് ലൈം കമ്പൈൻ ചെയ്യുന്നു. ലൈമുണ്ട്, അതുപോലെ തന്നെ സിലിക്ക. സിലിക്ക എന്ന് പറഞ്ഞാൽ എന്താ? SiO ആണ്. ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാൽസ്യം ഓക്സൈഡാണ്. പിന്നെ അലൂമിനിയത്തിൻ്റെയൊക്കെ ഓക്സൈഡ്, Al2O3, അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് അല്ലെ, അയൺ, മാഗ്നീഷ്യം, കാൽസ്യം, ഇവയുടെ എല്ലാം ചെറിയൊരു എമൗണ്ട് എന്താണ്? ഓക്സൈഡുകളും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? സിമൻറ്റ്. അപ്പോൾ വാട്ട് ഈസ് സിമൻറ്റ്? ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് സിമൻറ്റ്? ജോസഫ് ഹാസ്പിഡിൻ. എന്താണ് സിമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബൈ കമ്പൈനിങ് ലൈം, കാൽസ്യം ഓക്സൈഡ് വിത്ത് ക്ലേ. ക്ലേക്കകത്തിൽ എന്തുണ്ട്? സിലിക്കൺ ഓക്സൈഡ് ഉണ്ട്. പിന്നെ അലോങ് വിത്ത് ഓക്സൈഡ്സ് ഓഫ് അലുമിനിയം, അയൺ ആൻഡ് മാഗ്നീഷ്യം. ദ റോ മെറ്റീരിയൽസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സിമൻറ്റ് ആർ ലൈം സ്റ്റോൺ ആൻഡ് ക്ലേ. ഇനി വേറെ ഇതിനകത്തിൽ ഉപയോഗിക്കുന്ന സിമൻറ്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലാണ് ലൈം സ്റ്റോണും ക്ലേയും. When clay and lime are strongly heated together, they fuse and react to form cement clinker. അപ്പോൾ ഈ ക്ലേയും ലൈമിനെയും വളരെ ശക്തിയായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അവരെ ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ അവർ സിമൻറ്റ് ക്ലിങ്കർ എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് മാറുന്നു. ദിസ് ക്ലിങ്കർ ഈസ് മിക്സ്ഡ് വിത്ത് 2 to 3% ബൈ വെയ്റ്റ് ഓഫ് ജിപ്സം ടു ഫോം സിമൻറ്റ്. ഈ സിമൻറ്റ് ക്ലിങ്കറിനെ എന്ത് ചെയ്യുന്നു? 2 to 3% വെയിറ്റ് ജിപ്സത്തിലേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതെന്തായിട്ട് മാറുന്നു? സിമൻ്റായിട്ട് മാറുന്നു. അപ്പോൾ ഹൗ വിൽ യു പ്രിപ്പയർ സിമൻറ്റ് എന്നുള്ളത് നിങ്ങളോട് ചോദിക്കും. നന്നായിട്ടത് പഠിക്കുക. ദ പർപ്പസ് ഓഫ് ആഡിങ് ജിപ്സം ഈസ് ടു സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് സെറ്റ് ഓഫ് സിമൻറ്റ്. എന്തിനു വേണ്ടിയായി ജിപ്സം ആഡ് ചെയ്യുന്നത്? സിമൻറ്റ് സെറ്റ് ആവാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ജിപ്സം ആഡ് ചെയ്യുന്നത്. ആൻഡ് ഗെറ്റ് സഫിഷ്യൻ്റ്ലി ഹാർഡൻഡ്. ഇനി അടുത്തത് സെറ്റിംഗ് ഓഫ് സിമൻറ്റ്. വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ ദ സെറ്റിംഗ് ഓഫ് സിമൻറ്റ് ടേക്സ് പ്ലേസ് ടു ഗീവ് ഹാർഡ് മാസ്. വാട്ടർ ആഡ് ചെയ്ത് സിമൻറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഹാർഡ് മാസ് ആയിട്ട് മാറുന്നു. During this process, the hydration of the silicates and aluminates occurs and a large amount of heat produces. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്തു? സിലിക്കേറ്റ്സിന് ഹൈഡ്രേഷൻ സംഭവിച്ച് ഇതിൽ നിന്ന് സിലിക്കേറ്റ്സിനും അലുമിനേറ്റിനും ഹൈഡ്രേഷൻ സംഭവിക്കുന്നു. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഹൈഡ്രേറ്റുകൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ലാർജ് എമൗണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ സിങ്ക് വെള്ളത്തിൽ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. സിമെൻറ്റിലുള്ള സിലിക്കേറ്റും അലുമിനേറ്റും ഹൈഡ്രേറ്റുകൾ ഫോം ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുമ്പോൾ ലാർജ് എമൗണ്ട് ഹീറ്റും കൂടി അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹീറ്റാണ് നമ്മുടെ കൈകളെയൊക്കെ പൊള്ളിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എസ് ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ടോപ്പിക്ക്. ഇത്രയും വീഡിയോസ് കാണുക, നന്നായിട്ട് പഠിക്കുക, നോട്ട് എഴുതുക. വ്യാഴാഴ്ച